ആ മായം കടവിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും അല്ലേ. അതേ നോക്കിക്കേ, ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കാൻ നിൽക്കുക. ഞാനിത് ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴുണ്ടല്ലോ, അവിടെ കരുമാൻകുളത്തും ആൾക്കാർ നിൽക്കുക. കണ്ടോ, നിങ്ങൾ കാണാവോ? അവിടെ നോക്കി, ഇവിടെ കാണിച്ചു കൊടുക്കേ. ഇത് വന്ന് ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല മഴക്കോളുണ്ട്, ഇടിയുണ്ട്, ഇടി കേൾക്കുവാ, ഇടയ്ക്ക് ഇടി മുഴങ്ങുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ വിഷ്വലെല്ലാം പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് മഴയ്ക്ക് മുമ്പ്, കാരണം ഇടി വെട്ടിയാൽ എനിക്ക് പേടിയാണ്, അതിന് മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് മായങ്കടവ്? ഇഷ്ടമായോ? ഒത്തിരി കുട്ടികളെ കുളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർക്കൊപ്പം ഞാനും കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. എല്ലാവർക്കും നീന്താൻ അറിയാന്നാ പറയുന്നത്. പേടിയാണോ? ഒന്നാലും നീന്താൻ അറിയില്ല. നീന്താനൊന്നും അറിയില്ല. വെള്ളത്തിൽ തന്നെ ഒഴുകി പെട്ടോളൂ. അതെ അതെ, അന്ന് ഞാൻ വന്നപ്പോ അതെ അത്രയും ദൂരമുള്ള. എവിടെയാന്ന് വീട്? എവിടെയാന്ന്? അപ്പുറത്തല്ല, കാട്ടാക്കടാടാ, കള്ളം പറഞ്ഞോ? ഞങ്ങളിവിടെ വന്ന കോട്ടയത്തുള്ളല്ലേ? ആര് പറഞ്ഞു കോട്ടയം? എന്റെ രമേ, ഞാനിവിടെ കുറച്ച് അപ്പുറത്താണ് വീട്. ആ വരാറുണ്ടോ ഇവിടെ? അതെയോ? വേറെ തോർത്തില്ല. എന്താണ് കാണിക്കുന്നത്? എനിക്ക് വെള്ളം കഴിക്കരുത്. നമ്മളെ ഫോട്ടോ കണ്ടോ, ഇവിടം വരെ ഞാൻ ഒത്തിരി ദൂരത്തു നിന്ന് ഇവിടെ വന്നിട്ട് താഴ്ചയില്ല കേട്ടോ, ഇവിടം വരെ ഉള്ളു. എടാ ഇവിടെ പിന്നെ എന്ത് പറയാനാണ്, താഴ്ച അങ്ങോട്ടല്ലേ? കുറച്ചു ദൂരം പോയാൽ നല്ല താഴ്ച ഉണ്ടല്ലേ? എവിടെ? അങ്ങോട്ട് പോയാൽ മതി, താഴ്ച അറിയണം. എന്റെ പേര് പറയല്ല, എന്റെ വീട്ടിൽ പോണം എനിക്ക്. എടാ എന്തായാലും കുട്ടികളൊപ്പം കുറച്ചുകൂടെ ഞാൻ നടന്ന് നീങ്ങിയിട്ടുണ്ട്. ആ ഒരു നിരന്ന പ്ലേസാണ് അടിഭാഗം, നമുക്ക് പേടിക്കേണ്ടില്ല. ചില കടവിലൊക്കെ പോകുമ്പോൾ കുണ്ടും കുഴിയൊക്കെ ആയിട്ടിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ അവിടെ കേട്ടോണ്ടിരിക്കുവാന്ന് ചാനലിൽ വൃത്തിയായിട്ട് എന്റെ രണ്ട് സൈഡിലും ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ നാട്ടുകാരാണ് കേട്ടോ, ഇവിടെ നിൽക്കുന്ന എല്ലാ സെറ്റ് പിള്ളേരും എന്റെ നാട്ടുകാരാണ്. അല്ലേ? അമ്പൂരി മായം. അവിടെ നിന്ന് ആ പുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ വന്നപ്പോ ഒരു വള്ളം കണ്ടിട്ടുണ്ട്. ഇവിടത്തെ ചേട്ടനെ കാണാനില്ല കേട്ടോ. ചേട്ടൻ വന്നാൽ നമുക്ക് ഈ വള്ളത്തിൽ കയറി അക്കരെ പോയിട്ട് അവിടെ കൊണ്ട് നമ്മൾ ഇക്കരെ ആക്കും കേട്ടോ. പക്ഷേ ചേട്ടൻ വന്നിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും വന്നതും ഈ കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങ് വെള്ളത്തിൽ ഇറങ്ങി ഓൾറെഡി. കാരണം ഒറ്റയ്ക്ക് ഇറങ്ങി എനിക്ക് അറിയില്ലല്ലോ, എവിടെ വരെ ആഴം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ആഴം കാണിക്കാനും കൂടെയാണ് ഞാൻ അവിടെ ഇറങ്ങിയത്. ഒത്തിരി ദൂരം ആരെങ്കിലും വരികയാണെങ്കിൽ ഒത്തിരി ദൂരം ഒന്നും പോകരുത് കേട്ടോ, നല്ല താഴ്ചയുണ്ട്. നമുക്ക് കുറച്ച് ദൂരം നമുക്ക് ഇവിടെ വരെയൊക്കെ വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറാൻ തോന്നുന്നില്ല അത്രേ. എനിക്കും അങ്ങനെ ഒരു ഫീല് തോന്നി. കാരണം ഞാനും കടവിലിറങ്ങി കുളിച്ചിട്ട് എനിക്കും തിരിച്ച് കയറാൻ തോന്നിയില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ചൂടുള്ള ടൈമാണല്ലേ. അപ്പോൾ എന്ത് പറയാനാണ്. പിന്നെ ഞാൻ ഓർത്തത് എന്തെന്നറിയുമ്പോൾ സന്ധ്യ സമയമായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കയറിയത്. ഇവിടെ ദേ കുറച്ച് ചേട്ടന്മാർ ചേർന്ന് വള്ളം പണി നടക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ മായം കടവ് കാണാൻ നിങ്ങൾ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് ആസ്വദിക്കുക തന്നെ കേട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്, പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. എനിക്ക് ഈ കടവിലിരുന്ന് എനിക്കൊരു ആഗ്രഹമാണ്, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇവിടെ വന്ന് ഇരിക്കണമെന്നൊക്കെ എനിക്ക് തോന്നുക. ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടേ, ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേ ഒരു വള്ളം പണി നടക്കുക. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരോട് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? എല്ലാവരും വരിക കേട്ടോ. ഇപ്പൊ കൊണ്ടുപോകും കൊമ്പയില.
വള്ളത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ വന്നപ്പോ പറഞ്ഞ് കുറച്ച് പണി കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ന് കൊമ്പയിലോ എവിടെ കൊണ്ടുപോകുന്നു? കൊമ്പയിൽ കൊണ്ടുപോവുകയാണ്. കൊമ്പാന്നോ സ്ഥലം? ഞാൻ കേട്ടു. അതെയോ, അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പൊ ഇറക്കാൻ പോകാന്നോ? ഇത് എത്ര ദിവസമായി പണി പൂർത്തീകരിക്കാൻ? 9 ദിവസം. 4 ദിവസം 9 പേര് എടുത്താൽ 4 പേര് 9 ദിവസം അല്ലേ? കുട്ടനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ട് 4 പേര് 9 ദിവസം കൊണ്ട് എടുത്ത് കുട്ടനാട് തിരുവനന്തപുരം കൂടെ അടിയാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ കുട്ടനാട് നിന്ന് കൊണ്ടുവന്നെന്ന് ഒരാൾ പറഞ്ഞപ്പം മറു സൈഡിൽ നിന്ന് ആള് പറയാം മൊത്തം കുട്ടനാട്. എന്തായാലും 4 പേര് ചേർന്ന് 9 ദിവസം കൊണ്ടല്ലേ ഒരു വള്ളം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഇറക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോകാം കേട്ടോ. അപ്പൊ ഞാനും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്കിളിനെ കണ്ടിട്ടുണ്ട്. എന്നെ അറിയാവോ? അറിയില്ല. അപ്പൊ ഞാനും അങ്കിളിനെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പുറത്തെന്ന് പറയുമ്പോ അമ്പൂരിയാന്ന്. അമ്പൂരി ജംഗ്ഷനിലാണ്. എന്നെ അറിയില്ല, എന്നെ ഇവിടെ കെട്ടിച്ചോണ്ടെന്നതാണ്. അതൊക്കെ വിഷയമില്ല, നമുക്ക് അതൊക്കെ പോട്ടെ. ഈ വള്ളക്കടവിൽ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? 40ാമത്തെ വർഷം അല്ലേ? അപ്പോ 40. ഇവിടെ വീട് അടുത്താന്നോ? അടുത്താന്ന്. ഇന്ന് ഈ വെള്ളം ഇറക്കുന്നില്ല. അപ്പുറത്തെ കടവ് നമുക്ക് പോകാൻ പറ്റുമോ? നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് അപ്പുറത്ത് പോകാൻ പറ്റുമോ? അപ്പം എൻ്റെ ഫ്രണ്ട്സായി നിങ്ങൾ വരുന്നുണ്ടോ? എങ്കിൽ ഞാൻ എൻ്റെ ഈ അങ്കിളിനെയും കൂട്ടി അപ്പുറത്തെ കടവ് പോകണം. എനിക്ക് പേടിയുണ്ട് ഓൾറെഡി. എന്നാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്നുണ്ടോ? വരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം കേട്ടോ. പോകാം എന്നാ? എപ്പോഴും പോകാം. എപ്പോഴും പോകാം. ഇന്ന് പോകാൻ പറ്റും? നാളെ പോയാ നിങ്ങൾ അപ്പോഴെപ്പോഴും വാക്ക് മാറ്റുന്ന കാര്യം എന്ത്? വെള്ളം പണി തീരാത്തോണ്ടാണോ? അത് വെള്ളത്തിന് കംപ്ലൈന്റ് ഉണ്ടോ? ആ കിടക്കുന്ന വെള്ളത്തിന് കംപ്ലൈന്റ് ഉണ്ടോ? ഇവിടെ കടത്തിരുന്ന വെള്ളം അതാണ്. ഈ വെള്ളം കിടന്നിട്ട് അത് കൊണ്ടുപോയി. ആ വെള്ളം കൊണ്ടുപോയി. ഇന്ന് രാത്രി വെള്ളം കൂടെ കൊണ്ടുപോയി. അതെയോ? പടിയെല്ലാം പോയി. പടിയൊക്കെ പോയിരിക്കണം. അപ്പൊ എന്തായാലും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമുക്ക് പുതിയ വെള്ളത്തിലൊക്കെ കയറി പിന്നീട് എപ്പോഴെങ്കിലും സവാരി ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കുട്ടനാട്ടിൽ നിന്ന് 4 പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വള്ളപ്പണിക്ക് വേണ്ടി ഇവിടുത്തെ ചേട്ടന്മാരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. കേട്ടാ നമ്മുടെ അമ്പൂരി എങ്ങനെയാണ്? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? അതെയോ? അപ്പോ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഞങ്ങളിപ്പം 9 ദിവസമായി വന്നിട്ട് ഇപ്പൊ വിഷുവിന്റെ തലേദിവസം പോയിട്ട് ഇപ്പം ഇന്നാണ് വീണ്ടും വന്നത്. ആ വെള്ളം നമുക്ക് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ബാലൻസ് പരിപാടി ഉണ്ടല്ലേ? അപ്പൊ ഇത് നമ്മൾ കരക്കിരിക്കുമായിരുന്നു. ഇപ്പൊ അവര് കൊണ്ടുപോയിട്ട് അത് ഒരു 5 ദിവസം കൊണ്ട് അതിന്റെ പരിപാടി തീർത്ത്. അതെയോ? ഇതൊക്കെ ഒത്തിരി കാലപ്പഴക്കം ചെന്ന വെള്ളം. അതെയോ? ഇത് പഴയതിന് ചേട്ടാ പുതുക്കി എടുത്തതാണോ? പഴയതിന് പുതുക്കി എടുത്തതാണോ? മെയിൻറ്റെയിൻസ് ചെയ്തെടുത്തല്ലേ? അപ്പൊ എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം ഇത് ഇറക്കണ ദിവസം തന്നെ എനിക്ക് വരാൻ പറ്റിയത് വളരെ സന്തോഷം. പിന്നെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. ഇനി എങ്ങോട്ട് തള്ളുന്നേ? എന്തായാലും വെള്ളം ഇറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനെ വെള്ളം ഇറക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് അവസാന ദിവസം ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. അല്ലടാ ഇത് കാണാൻ പറ്റിയതിലല്ലേ? സത്യം പറയാമെങ്കിൽ പാവം തോന്നുന്നു കേട്ടോ. ഒരുപാട് റിസ്ക് ഉള്ള പണി തന്നെയാണ്. ഒരുപാട് നേരത്തെ പരിശ്രമമാണ് കേട്ടോ അത് ആ വെള്ളം ഇറക്കി കൊണ്ടുവരാൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം എനിക്ക് പാവം തോന്നുന്നു എനിക്ക് സത്യം പറയാമെങ്കിൽ. ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാർ ഓർത്തിരിക്കുക ഞാൻ ഈ പഞ്ചായത്തിൽ മെമ്പറാണെന്ന്. എന്റെ വക ചെലവ് ചെയ്യാൻ പറഞ്ഞിരിക്കാം. ഞാൻ മെമ്പറൊന്നും അല്ല, ഞാൻ ഈ പഞ്ചായത്തിൽ മെമ്പറല്ല. ഓ അങ്ങനെ. അപ്പോൾ പിന്നെ ഒരുപാട് നേരം പരിശ്രമിച്ച് എന്തായാലും വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം കണ്ടല്ലോ, വള്ളമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിന്നതുകൊണ്ട് എനിക്കറിയാം എന്തുമാത്രം അത് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ടാറ്റ തന്നിട്ടുണ്ട്.
അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ് കേട്ടോ. ഓക്കെ.